BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെള്ളിയാഴ്ച നിയമസഭയിൽ ധനവകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് വീണ്ടും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരുന്നത്. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും കടക്കെണിയും തന്നെയാണ് സർക്കാരിന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് ഇടതുമുന്നണി സർക്കാർ കൈമാറിയതെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ ആരോപിച്ചത്. പക്ഷേ 6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് കൈമാറിയതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാലും മറുപടി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം കടക്കെണിയിലാണ്. ഓരോ പൗരനും 5 ലക്ഷം രൂപ വീതം കടബാധ്യതയുണ്ടെന്നാണ് കണക്ക്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരു ധവളപത്രം പുറപ്പെടുവിച്ചു. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് ധവളപത്രത്തിനു വേണ്ടി പഠനം നടത്തിയത്. സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ M നാരായണയും ഡോക്ടർ വീരമണിയുമാണ് സമിതിയിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേർ. ഇവർ 2 പേരും ഇടതു സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക ഉപദേശം നൽകിയവർ തന്നെയാണ്. പിണറായി വിജയനും KN ബാലഗോപാലിനും ഉപദേശം നൽകിയവർ തന്നെ VD സതീശനും ഉപദേശം നൽകാൻ വന്നത് തികച്ചും വൈരുദ്ധ്യാത്മികമാണ്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇവർ 2 പേരും. അതുകൊണ്ട് തന്നെ ധവളപത്രം കാര്യമായ പ്രതികരണം സൃഷ്ടിക്കുകയോ ആവർത്തന വിരസതയില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ വരവും ചെലവും സന്തുലിതമാക്കി ധനമാനേജ്മെന്റ് പ്രതിസന്ധിയില്ലാതെ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, വായ്പാ പലിശ എന്നിവയ്ക്കാണ് ചെലവഴിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം മൊത്തം വരുമാനത്തിന്റെ 56%. കേന്ദ്രവിഹിതം 20%, വായ്പ 24% എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ധനസ്ഥിതി. ബജറ്റിനു വേണ്ടിയും ബജറ്റിന് പുറത്തും വായ്പ എടുക്കുന്നതോടെ സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരുന്ന പലിശ ഓരോ വർഷവും കൂടുകയാണ്. സംസ്ഥാനത്തിന്റെ ഇപ്പോഴുള്ള കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. ഇത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അഥവാ GDPയുടെ 35.5% വരും. ഇത് തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണവും. തനത് വരുമാനം കൂട്ടുക, ഉൽപാദനക്ഷമതമല്ലാത്ത ചെലവുകൾ ക്രമീകരിക്കുക, വികസന പദ്ധതികൾക്ക് മുൻഗണന നൽകുക, പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നിവയിലൂടെ മാത്രമേ ധനപ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയ ശേഷം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു. നെഹ്റുവിന്റെ പാരമ്പര്യം എന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാർ പഞ്ചവത്സര പദ്ധതി തുടരാൻ തീരുമാനിച്ചു. പിണറായി വന്നപ്പോൾ അദ്ദേഹവും പഞ്ചവത്സര പദ്ധതി തുടരാനാണ് തീരുമാനിച്ചത്. 2022-27 14-ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കും. 27-28 15-ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങണം. ഇനി പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കാൻ VD സതീശന് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് അടങ്കൽ തയ്യാറാക്കിയിരുന്നില്ല. വാർഷിക ബജറ്റിൽ വാർഷിക പദ്ധതി വിഹിതം ഗണ്യമായി താഴ്ന്നു വരികയാണ്. 2023-24 വാർഷിക പദ്ധതി വിഹിതം 21.5% 25-26 അത് 17.5%, 26-27 13.8% ആയി കുറഞ്ഞു. സാമ്പത്തിക വളർച്ചയെ ഇത് കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മൂലധന നിക്ഷേപവും വിഹിതവും ഇതേപോലെ തന്നെ കുറഞ്ഞു വരികയാണ്. തനത് വിഭവ സമാഹരണം കാര്യക്ഷമമാക്കുവാൻ കേരളത്തിന് കഴിയുന്നില്ല. സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6.5% തനത് വരുമാനമായിരുന്നു. 25-26 അത് 5.8%. 26-27 ലക്ഷ്യമിടുന്നത് 5.7%. GDPയുടെ 7 മുതൽ 8% വരെ തനത് വരുമാനമായി സമാഹരിച്ചാൽ മാത്രമേ ധനപ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയൂ എന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും നീതിയെ പോലെയുള്ള പ്ലാനിംഗ് ബോർഡിലെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഒരു വർഷം ശരാശരി
15,000 മുതൽ 20,000 കോടി വരെ അധിക വിഭവ സമാഹരണം ഉണ്ടാകണം. ഒപ്പം നികുതി ഇതര സ്രോതസ്സുകളും കാലോചിതമായി പരിഷ്കരിക്കണം. കേന്ദ്ര നികുതി വിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ 1.232% നിശ്ചയിച്ചത്. 16ാം കമ്മീഷൻ കേരളത്തിന് ആശ്വാസമാണ് നൽകിയത്. 2.382% കൂട്ടി 12,000 മുതൽ 14,000 കോടി വരെ അധികമായി ലഭിച്ചു. ഇത് ഉൽപാദനക്ഷമമായി വിനിയോഗിക്കാനും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാനും കഴിയണം. 50 വർഷത്തെ പലിശരഹിത പ്രത്യേക വായ്പാ പദ്ധതികൾ കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നുണ്ട്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സ്വയം പര്യാപ്തമായ തദ്ദേശ സർക്കാരുകളായി മാറ്റണം. സ്വാശ്രയ വികസനം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും നടപ്പിലാക്കണം. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം, ശുചിത്വം എന്നിവയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം മുന്നിൽ കണ്ട് അത് കൈവരിക്കാനുള്ള കർമ്മപദ്ധതിയും ധനശേഷിയും വികസിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബജറ്റിന്റെ 33% തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നൽകുന്നത്. ഈ രീതിയിൽ ശക്തമായ ധനമാനേജ്മെന്റും ചെലവ് ചുരുക്കലും തനത് വരുമാന മാർഗങ്ങളും കണ്ടെത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ കടക്കണിയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് മോചനമുള്ളൂ. ബജറ്റിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ വി.ഡി. സതീശൻ കൊണ്ടുവരുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.